ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്ക 2:11. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഒരിക്കൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ചിത്രം വന്നു. അതിപ്രകാരമായിരുന്നു: ഒരമ്മ തൻ്റെ 2 മക്കളെയും പിടിച്ചിരിക്കുന്നു, ഒരു തെരുവോരത്ത് നിൽക്കുന്നു. അവരുടെ 2 കൈയിലും 2 സഞ്ചികൾ നിറയെ സാധനങ്ങളുണ്ട്. അവരുടെ കണ്ണിൽ വളരെയധികം ആകാംക്ഷ, ഭീതി ഒക്കെ നിറഞ്ഞിരിക്കുന്നു. ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് ഒരു ബാങ്കിൻ്റെ മുമ്പിൽ ഗേറ്റ് തുറക്കാൻ അക്ഷമയോടെ കാത്തു നിൽക്കുന്നു. അയാളുടെ കണ്ണുകളിലും ഭീതി നിഴലിക്കുന്നുണ്ട്. അതിനപ്പുറത്തായിട്ട് ഒരു യുവാവ് മതിൽ ചാരി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. അയാളുടെ കണ്ണുകളിലും ഈ ഭീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഹെഡിങ് ഇപ്രകാരമായിരുന്നു: ഓഫ് വാട്ട് ദീസ് പീപ്പിൾ ആർ അഫ്രൈഡ്. ഇവരൊക്കെയും എന്തിനെയാണ് ഭയക്കുന്നത്? ഇന്ന് ലോകത്തിൻ്റെ ഒരു ചിത്രമാണ്. ഒന്നല്ലെങ്കിൽ മറ്റു പല വിധത്തിൽ പലരും പല വിധത്തിലുള്ള ഭീതിയിൽ, ഭയത്തിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. അതൊരു പക്ഷേ മരണഭയമാകാം, രോഗപീഠകളെക്കുറിച്ചുള്ള ഭയമാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണത്തെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഭയമാകാം. അങ്ങനെ പല വിധത്തിലുള്ള ഭയത്തിൽ കൂടിയാണ് ഇന്ന് മനുഷ്യർ കടന്നു പോകുന്നത്. അതൊക്കെയും എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുന്നുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഇനി അടുത്ത നിമിഷം എന്ത് എന്നൊരു ചോദ്യവുമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ, ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ സമയത്താണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുക. നമുക്കറിയാം, ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോബ് എല്ലാം സഹിക്കുന്നുണ്ടെങ്കിലും ഒരു തെറ്റ് ജോബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവത്തിനെതിരെ പരാതി പറയുന്നുണ്ട്. നീ എൻ്റെ കഷ്ടപ്പാടുകൾ കാണുന്നില്ലേ? ജോബ് 10:1-2 വാക്യത്തിൽ പറയുന്നുണ്ട്, നീ എന്നെ എന്തുകൊണ്ടാണ് ഇത്രയും നീ എന്നെ സഹിക്കാനായിട്ട് അനുവദിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ജോബ് 40 ജോബ് നിശബ്ദനായിട്ടിരിക്കുമ്പോൾ 42-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ദൈവം ജോബിന് തൻ്റെ അനുഗ്രഹങ്ങൾ വളരെയധികമായിട്ട് കൊടുക്കുന്നു, ഇരട്ടിയാക്കി കൊടുക്കുന്നു, ഉള്ളതിൻ്റെ ഇരട്ടിയാക്കി തിരികെ കൊടുക്കുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ ഈ ഭയപ്പാടിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ തിരിച്ചറിയണം, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കായിട്ടൊരു ക്രിസ്തു ജനിച്ചിട്ടുണ്ടെന്ന്. നമുക്ക് വേണ്ടിയിട്ട് ജനിച്ച ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാനായിട്ട് സാധിക്കണം. ഈശോ എനിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളും എന്നൊരു പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാവുകയും നമ്മുടെ ഭയത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.